ഹായ് ഫ്രണ്ട്സ്, നമ്മിൽ പലർക്കും സുപരിചിതമായ ഗാനം ആണ് ഹീ നോസ് മൈ നെയിം. ആ ഗാനം രചിച്ചത് ടോമി വോക്കർ എന്ന ദേവദാസനാണ്. ഒരിക്കൽ അദ്ദേഹം തന്റെ സുവിശേഷ പര്യടനത്തോടനുബന്ധിച്ച് ഫിലിപ്പീൻസിലേക്ക് യാത്ര ചെയ്യേണ്ടതായി വന്നു. അദ്ദേഹം താമസിക്കുവാൻ തിരഞ്ഞെടുത്തത് ഒരു അനാഥാലയം ആയിരുന്നു. അവിടെ ഒരു ചെറിയ ബാലനുണ്ടായിരുന്നു. അവൻ വന്ന് ടോമിയെ പരിചയപ്പെട്ടു. ഹായ്, എന്റെ പേര് ജെറി എന്നാണ്. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് ആ ബാലകൻ ഓടി ടോമിയുടെ അരികെ വന്ന് ചോദിച്ചു, എന്റെ പേര് എന്തായിരുന്നു? ടോമി പറഞ്ഞു, ജെറി. അപ്പോൾ ജെറി ചോദിച്ചു, നമ്മൾ കൂട്ടുകാരല്ലേ? അതെ എന്ന് ടോമി. മണിക്കൂറുകൾ കഴിഞ്ഞ് വീണ്ടും ജെറി ഓടി വന്നു ഇതേ ചോദ്യം ആവർത്തിച്ചു. ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ജെറിയിൽ താല്പര്യം തോന്നിയ ടോമി ജെറിയെ പറ്റി അന്വേഷിച്ചു. പിതാവിനാലും മാതാവിനാലും തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു കുട്ടിയാണ് ജെറി എന്ന യാഥാർത്ഥ്യം ടോമിയെ കണ്ണീരിലാഴ്ത്തി. ജെറിയുടെ ഏക ആഗ്രഹം തന്റെ പേര് ആരെങ്കിലും ഓർക്കണം എന്നായിരുന്നു. ടോമി ജെറിയോട് യേശുവിന്റെ സ്നേഹത്തെപ്പറ്റിയും അവനെ കരുതുന്ന ആ നല്ല പിതാവിനെ പറ്റിയും പറഞ്ഞു കൊടുത്തു. ഈ സംഭവത്തിന് ശേഷം ടോമി എഴുതിയ ഗാനമാണ് ഹീ നോസ് മൈ നെയിം. എന്നെ ശ്രവിക്കുന്ന പ്രിയ സ്നേഹിതേ, താങ്കളും ഇതേ സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടില്ലേ? അല്ല, ചിലപ്പോൾ താങ്കൾ ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യം ഇതല്ലേ? എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല, എന്നെ അറിയുന്ന ആരുമില്ല, എന്റെ സങ്കടങ്ങൾ ആരോട് പറയും എന്നിങ്ങനെ ഉത്തരം കിട്ടാത്ത അനേകം ചോദ്യങ്ങൾ താങ്കളെ അലട്ടുന്നില്ലേ? സങ്കീർത്തനം 139 13 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ കാണുന്നു, നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അത് എന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ദൈവമേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ, അവയുടെ ആകത്തുകയും എത്ര വലിയത്. അവയെ എണ്ണിയാൽ മണലിനേക്കാൾ അധികം. ഞാൻ ഉണരുമ്പോൾ ഇനിയും ഞാൻ നിന്റെ അടുക്കൽ ഇരിക്കുന്നു. ഒരു കുശവൻ മൗനമായിരുന്ന് തന്റെ ചക്രത്തിൽ പാത്രം മെനയുന്നത് പോലെ ദൈവം നമ്മെ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. നാം അവന്റെ മാസ്റ്റർ പീസാണ്. ആരുടെ മകനായി മകളായി എപ്പോൾ എവിടെ ജനിക്കണമെന്ന് ദൈവം മുൻകൂട്ടി കരുതി വെച്ചിരുന്നതാണ്. ഈ ലോകത്തിലെ മാതാപിതാക്കൾ കാണുന്നതിനും അറിയുന്നതിനു മുമ്പേ നമ്മെ കണ്ടവനാണ് ഈ ദൈവം. താങ്കൾ ഒരു ആക്സിഡന്റ് അല്ല, മറിച്ച് ദൈവത്തിന്റെ പ്രത്യേക പദ്ധതി പ്രകാരമാണ് ഈ ലോകത്തിൽ ആയിരിക്കുന്നത്. നമ്മുടെ മാതാപിതാക്കളെക്കാൾ അധികം നമ്മെ സ്നേഹിക്കുന്നവനാണ് ഈ യേശു. എങ്ങനെയാണ് യേശു നമ്മെ സ്നേഹിച്ചത്? ആദ്യ മാതാപിതാക്കളായ ആദാമും ഹൗവയും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. പാപം ചെയ്ത് അകന്ന് ഈ മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി തന്റെ ഏകജാതനായ പുത്രനെ കാൽവറിയിൽ യാഗമാക്കിയവനാണ് ഈ ദൈവം. അതിലൂടെയാണ് ദൈവം തന്റെ സ്നേഹം പ്രദർശിപ്പിച്ചിരിക്കുന്നത്. താങ്കളുടെ ജീവിതം തകർന്നു എന്ന് തോന്നുന്നുവോ? എന്നെ കരുതുവാൻ ആരുമില്ല എന്ന് തോന്നുന്നുവോ? എങ്കിൽ നിങ്ങളുടെ ജീവിതം യേശുവിനായി സമർപ്പിക്കുക. യേശുവിലേക്ക് അടുത്തുക. സ്നേഹത്തോടെ നമ്മോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല പിതാവാണ് ഈ യേശു. താങ്കളുടെ ജീവിതം യേശുവിനായി സമർപ്പിക്കുന്നു എങ്കിൽ താങ്കളെ ഒരു വിജയമാക്കി തീർക്കുവാൻ യേശു ശക്തനാണ്. ഈ ലോകത്തിന്റെ സ്നേഹവും കരുതലും മാറിപ്പോകും. മാറിടാതെ നരയ്ക്കോളം നമ്മെ തന്റെ കരങ്ങളിൽ വഹിക്കാമെന്ന് വാക്ക് പറഞ്ഞ യേശുവിലേക്ക് ആകട്ടെ നമ്മുടെ നോട്ടം. പ്രതികൂലങ്ങളിൽ പതറാതെ എന്നെ അറിയുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു പിതാവ് എനിക്കായി ഉയരത്തിലുണ്ട് എന്ന ഉത്തമ ബോധ്യത്തോടെ മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗാഡ് ബ്ലെസ് യു.